കണ്ണൂരിലെ എഡിഎമ്മിന്റെ മരണത്തിൽ പി ദിവ്യക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കെ പുലർത്തേണ്ട ജാഗ്രത ഉണ്ടായിട്ടില്ല. നവീൻ ബാബുവിന്റെ മരണത്തിൽ പത്തനംതിട്ട ജില്ലാ ഘടകം സ്വീകരിച്ച നിലപാടുകളിൽ തെറ്റില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം വിമർശനങ്ങൾ കടുക്കുന്നതിനിടയിൽ CPM കണ്ണൂർ ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, ആദ്യം പി ദിവ്യക്കെതിരെ ശബ്ദമുയർത്തിയത് ജില്ലാ സമ്മേളനത്തിൽ ആദ്യം ശബ്ദമുയർത്തിയത് ജില്ലാ സെക്രട്ടറി MB ജയരാജൻ തന്നെയായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയും പി ദിവ്യയുടെ നടപടി തെറ്റാണ് എന്ന സമ്മേളനത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നു. സമ്മേളനം ഇന്ന് സമാപിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ മിഥുൻ പിള്ള. വിനോദ, CPM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ ഉടനീളം പി ദിവ്യക്കെതിരെ ശക്തമായ വിമർശനം ഉയർന്ന ഒരു കാഴ്ച തന്നെയാണ് കണ്ടത്. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ആ ഒരു നിലപാട് MB ജയരാജൻ വ്യക്തമാക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അതിൽ പ്രധാനമായും പറഞ്ഞത് ഈ പി ദിവ്യയുടെ പ്രസംഗത്തിലെ അവസാന പരാമർശമാണ് ADMനെ മരണത്തിലേക്ക് നയിച്ചത് എന്നൊരു വിമർശനമാണ്. എന്നാൽ അത് സാമൂഹ്യ മാധ്യമങ്ങളിലും പാർട്ടി തലങ്ങളിലും വലിയ വിമർശനങ്ങൾ ഉണ്ടാക്കിയതോടുകൂടി ആ നിലപാട് നിന്ന് മലക്കം പറയുന്നൊരു സാഹചര്യമുണ്ടായി. പിന്നീട് അദ്ദേഹം പറഞ്ഞത് തൻ്റെ വാക്കുകൾ വളച്ചൊടിക്കുകയായിരുന്നു എന്നൊരു വിമർശനം ഉന്നയിച്ചുകൊണ്ട് MB ജയരാജൻ രംഗത്ത് വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്നാൽ അദ്ദേഹം പറഞ്ഞ അതേ വാക്കുകൾ തന്നെയാണ് ഏവരും റിപ്പോർട്ട് ചെയ്തത്. അതിൽ കൂട്ടിച്ചേർക്കലോ വളച്ചൊടിക്കലോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. കൂടാതെ ഇന്നലെ ഈ CPMന്റെ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ചർച്ചയ്ക്ക് ശേഷം നടന്ന മറുപടിയിലാണ് ഇത്തരത്തിൽ പി ദിവ്യക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ശക്തമായ വിമർശനം ഉന്നയിക്കുന്നൊരു സാഹചര്യമുണ്ടായത്. പി ദിവ്യയ്ക്ക് ആ ADMന്റെ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ ജാഗ്രത കുറവുണ്ടായി എന്നാണ് മുഖ്യമന്ത്രി മറുപടി പ്രസംഗത്തിൽ പറഞ്ഞത്. ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കെ പുലർത്തേണ്ട ജാഗ്രത ഉണ്ടായില്ല. നവീൻ ബാബുവിൻ്റെ മരണത്തിൽ പത്തനംതിട്ട ജില്ലാ ഘടകം സ്വീകരിച്ച നിലപാടുകളിൽ തെറ്റില്ലെന്നും എല്ലാ തലങ്ങളും പരിശോധിച്ച ശേഷമാണ് പി ദിവ്യക്കെതിരെ നടപടി ഉണ്ടായതെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ ഒരു മറുപടി പ്രസംഗത്തിൽ പറഞ്ഞത്. മറ്റൊന്ന്, മുസ്ലിം ന്യൂനപക്ഷ വിഷയങ്ങളിലെ നിലപാടുകൾ പ്രീണനമായി ചിത്രീകരിക്കപ്പെട്ടു എന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. എതിരാളികളുടെ പ്രചരണം ഒരു പരിധിവരെ വിജയിച്ചു. പൗരത്വ ഭേദഗതി, പലസ്തീൻ വിഷയങ്ങളിലെ നിലപാടുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടോ എന്ന് ഗൗരവത്തിൽ പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി ഈ ഒരു മറുപടി പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും പാർട്ടിയെടുത്ത നിലപാടുകൾ പലതും തിരുത്തി പറയേണ്ട അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളതാണ് ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, ഇന്ന് ഈ 3 ദിവസങ്ങളിലായി നടന്നു വരുന്ന CPM കണ്ണൂർ ജില്ലാ സമ്മേളനം ഇന്ന് വൈകിട്ടോടുകൂടി സമാപിക്കും. അല്പസമയത്തിനകം തന്നെ പുതിയ ജില്ലാ നേതൃനിരയെയും സംബന്ധിച്ചും ഒരു വ്യക്തമായ വിവരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി വീണ്ടും MB ജയരാജൻ തന്നെ തിരഞ്ഞെടുക്കപ്പെടാനുള്ളൊരു സാധ്യത തന്നെയാണ് നിലവിൽ നിലനിൽക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ ഒരു ആനുകൂല്യമുണ്ട്. 69 വയസ്സാണ്. പാർട്ടിയുടെ നയം അനുസരിച്ച് 75 വയസ്സാണ് ഈ ഒരു അധികാര അല്ലെങ്കിൽ ചുമതല പദവിയിൽ നിൽക്കാനുള്ളൊരു പ്രായപരിധിയെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ MB ജയരാജന് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് തുടരാൻ ഒരു ടേം കൂടി കിട്ടാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് ഈ വിഷയത്തിൽ. വിനോദ്, തീർച്ചയായും പി ദിവ്യക്കെതിരെ ഇത്തരത്തിൽ വിമർശനം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഉന്നയിച്ച സാഹചര്യത്തിൽ ദിവ്യക്കെതിരെ കൂടുതൽ നടപടിക്ക് സാധ്യതയുണ്ടോ? അവരെ പ്രധാനപ്പെട്ട പദവികളിൽ നിന്നൊക്കെ മാറ്റിയിരുന്നു. പക്ഷേ ഇപ്പോഴും അവർ പാർട്ടിയുടെ ചില പദവികൾ വഹിക്കുന്നുണ്ടല്ലോ മിഥുൻ പിള്ള. വിനോദ്, ഇപ്പോൾ നിലവിൽ ജില്ലാ പദവികൾ വഹിക്കുന്നില്ല. നിലവിലുള്ളത് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന പി ദിവ്യ ഈ ADMന്റെ മരണവുമായി ബന്ധപ്പെട്ട് ബ്രാഞ്ച് തലത്തിലേക്ക്, അതായത് പ്രാദേശിക ഘടകത്തിലേക്ക് CPM തരം താഴ്ത്തിയിരുന്നു. ഈ മഹിളാ അസോസിയേഷൻ്റെ ചുമതലയിലുണ്ടെങ്കിൽ പോലും ആ വിഷയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും നിലവിൽ ഈ വിമർശനങ്ങൾ സാധാരണഗതിയിൽ പാർട്ടിയുടെ ജില്ലാ നേതാക്കൾക്കെതിരെ അല്ലെങ്കിൽ പാർട്ടി അംഗങ്ങൾക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നടപടി എടുത്തു കഴിഞ്ഞാൽ അത് ഈ ജില്ലാ സമ്മേളനത്തിൽ റിപ്പോർട്ട് ചെയ്യുക എന്നത് പാർട്ടിയെ സംബന്ധിച്ചൊരു സ്വാഭാവിക നടപടിയാണ്. അത്തരമൊരു റിപ്പോർട്ടിംഗ് ആണ് നിലവിൽ നടന്നിരിക്കുന്നത്. ആ റിപ്പോർട്ടിന്മേലുള്ള മറുപടി പ്രസംഗത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിൽ പി ദിവ്യയുടെ നിലപാടുകളെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായത്. വിനോദ്, തീർച്ചയായും കണ്ണൂർ CPM ജില്ലാ സമ്മേളനത്തിലാണ് പി ദിവ്യക്കെതിരെ വ്യക്തമായ പരാമർശം മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്. പി ദിവ്യ നടത്തിയ പരാമർശത്തിൽ ജാഗ്രത കുറവുണ്ടായി എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി സമ്മേളനത്തിൽ സൂചിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടറി MB ജയരാജനും ഇതേ അഭിപ്രായം പറഞ്ഞിരുന്നു. സമ്മേളനം ഇന്ന് സമാപിക്കും. MB ജയരാജൻ തന്നെ വീണ്ടും ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നതായി മിഥുൻ പിള്ള കണ്ണൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു.